അരുണാചലിലെ മലയാളികളുടെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. വിചിത്രമായ വിശ്വാസങ്ങളാണ് ആത്മഹത്യയ്ക്കു കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. മരിച്ച വട്ടിയൂർക്കാവ് സ്വദേശി ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നും നിർണായക രേഖകൾ കണ്ടെത്തി. അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചാണ് രേഖകൾ പറയുന്നത്. ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതല്ലെന്നും മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറ്റിയതാണെന്നുമാണ് രേഖകളിൽ. ഇമെയിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനയ്ക്കായി സൈബർ പോലീസ് ഇമെയിലിന് കത്തു നൽകി. അരുണാചലിലെ 3 മലയാളികളുടെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. മരിച്ച വട്ടിയൂർക്കാവ് സ്വദേശി ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നും വിചിത്രമായ വിശ്വാസം ഇവർ പിന്തുടർന്നതായി വ്യക്തമാക്കുന്ന നിർണായക രേഖകൾ പോലീസിന് ലഭിച്ചു. അതിന്റെ പകർപ്പ് ജനം ടിവിക്കും ലഭിച്ചിട്ടുണ്ട്. 466 പേജുകളുള്ള ഇതിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. സൗരയൂഥത്തിലെ ആൻഡ്രോമെഡ ഗാലക്സിയിലുള്ള അന്യഗ്രഹ ജീവി മിതി എന്ന സാങ്കല്പിക കഥാപാത്രവുമായുള്ള സംഭാഷണങ്ങളാണ് ഈ രേഖയിൽ. അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മിതി മറുപടി നൽകുന്നുവെന്നാണ് വിശ്വാസം. ഭൂമി ഉടൻ നശിക്കുമെന്നും അതിനുശേഷം ഇവിടെയുള്ള 90% മനുഷ്യരെയും മൃഗങ്ങളെയും മറ്റ് 2 ഗ്രഹങ്ങളിലേക്ക് മാറ്റുമെന്നുമാണ് രേഖകളിൽ പറയുന്നത്. ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതല്ലെന്നും അവയെ മറ്റു ഗ്രഹത്തിലേക്ക് മാറ്റിയതാണെന്നുമാണ് ഇവരുടെ വിശ്വാസം. നമ്മൾ പഠിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതിനെല്ലാം ശാസ്ത്രീയ വശം നൽകിയാണ് രേഖകളിൽ അവതരിപ്പിക്കുന്നത്. ആര്യയുടെ ഇമെയിൽ വിശദമായി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. ഡോൺ ബോസ്കോ എന്ന അക്കൗണ്ടിലേക്ക് ആര്യ ഇമെയിലുകൾ കൈമാറിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിനെ കുറിച്ചും പോലീസ് പരിശോധിക്കും. ഇമെയിൽ വിവരങ്ങൾ ലഭിക്കാൻ സൈബർ പോലീസ് ജിമെയിലിന് കത്ത് നൽകി. അരുണാചൽ പോലീസിന്റെ കൈവശമുള്ള നവീൻ, ദേവിക എന്നിവരുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവ കൂടി പരിശോധിച്ചാൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസിന്റെ നിഗമനം. ആര്യയ്ക്ക് ഈ രേഖകൾ അയച്ചു നൽകിയത് ആരാണെന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനയും പോലീസ് ആരംഭിച്ചു. ജനം, തിരുവനന്തപുരം.